താങ്ക് യു സർ. നിന്റെ കയ്യിലുണ്ടായ വീഡിയോയും പോയി, കയ്യിലുണ്ടായിരുന്ന 500 രൂപയും. ഗ്രേറ്റ് ബിസിനസ് ഐക്കൺ വേദാന്ത് മേനോൻ. ഇതോടെ നീ നിരാശപ്പെടുന്നു വേണ്ട. കല്യാണത്തിന് നിനക്ക് ഇതിലും വലിയൊരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. നീ അന്ന് പറഞ്ഞില്ലേ ജയിക്കുന്നത് വരെ കളി നിർത്തില്ലാന്ന്. നീ പറഞ്ഞ കളി ഒരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം ജയിക്കാൻ പോകുന്നതേ ഈ ഞാനല്ലേ. എന്നാ ഞാൻ പൊക്കോട്ടെ. ഇപ്പൊ നീ കളിയിൽ ജയിച്ചു എന്ന് കരുതി എപ്പോഴും വിജയം നിന്റെ അല്ല. നീ ആരതിയും എന്റെ അനിയനെയും ചതിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ നിന്നെ ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചതാ. നിന്നെ പോലൊരു ഫ്രോഡിനെ കൊന്നുകളയാനുള്ള മടിയൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താ എന്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും സത്യം അറിയാതെ പോവും. അതുകൊണ്ട് നീ ഫ്രോഡാണെന്ന് തെളിയിച്ചിട്ടേ ഞാൻ നിന്നെ കൊല്ലാനുള്ള വഴിയാലോചിക്കും. ഇനിയുള്ള നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിന്നെപ്പോലുള്ള സ്കൗണ്ടറിൽ എനിക്കൊരിക്കലും ഒരു എതിരാളിയേ അല്ല. ക്ലൈമാക്സിൽ ഞാൻ തന്നെ ജയിച്ചിരിക്കും. ഓൾ ദ ബെസ്റ്റ് സ്കൗണ്ടറൽ. ആദ്യം നീ തന്നെ പൂജകൾ തുടങ്ങിക്കോ. നീ തന്നെ തുടങ്ങുന്ന നല്ലത്. ശാരികേ, നീ എന്താ അവിടെ മാറി നിൽക്കുന്നേ? വാ, വന്ന് മഞ്ഞൾ തേക്ക്. വാ മോളെ, വാ. അടുത്ത് നീ പോയി മഞ്ഞൾ തേക്ക്. ചെല്ല്. നീ അക്ഷത ഇടണ്ട. അമൂല്യ, കല്യാണം കഴിയുന്നത് വരെ ഇതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. കല്യാണത്തിന്റെ അംബാസിഡർ ചേച്ചി തന്നെയാന്ന് പറയൂ. ഏകദേശം അങ്ങനെ തന്നെയാ. ഇത് ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ചേച്ചിയുടെ കല്യാണം നന്നായി നടക്കണമെന്ന് മനസ്സ് നിറച്ച് പ്രാർത്ഥിക്കണം. എന്റെ ദൈവമേ, അവര് വിചാരിക്കുന്ന കല്യാണം വേറെ, ഞങ്ങള് വിചാരിക്കുന്ന കല്യാണം വേറെ. മൊത്തത്തില് ചേച്ചിയുടെ കല്യാണം ചേച്ചി ഇഷ്ടപ്പെടുന്ന വിക്കിച്ചേന്റെ കൂടെ തന്നെ ഒരു വിഘ്നങ്ങളും കൂടാതെ നടത്തി കൊടുക്കണേ. അതിനനുഗ്രഹിക്കണേ. ചേട്ടാ, എനിക്ക് ചേട്ടനോട് സംസാരിക്കാനുണ്ട്. എന്നെ ഉപദേശിക്കാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ചേട്ടാ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നാളെ എൻ്റെ കല്യാണമാണ്. നീ എല്ലാവരും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. വാട്ട് യു മീൻ? റൗഡി കൊച്ചി എത്രത്തോളം ടെൻഷൻ അടിച്ചെന്ന് ചേട്ടനറിയോ? അവരിന്ന് വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാണ്. ആദ്യയെക്കുറിച്ച് പറഞ്ഞ് ചേട്ടൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തതും അതിനു വേണ്ടിയാണ്. വിക്രാന്ത്, യു ആർ ആക്ടിംഗ് ലൈക്ക് എ ഫൂൾ. ആ സ്കൗണ്ടറൽ ഗൗതമിനെ പറ്റി നിനക്കൊന്നും അറിയില്ല. സോ പ്ലീസ് എന്നെ ഉപദേശിക്കാൻ നീ വരണ്ട. ചേട്ടനെ ഉപദേശിക്കാൻ വേണ്ടി വലിയ ആളായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചേട്ടൻ തന്നെ എൻ്റെ കല്യാണം മുടക്കാൻ നോക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല.
എന്തൊക്കെയാ പറയുന്നത് വിക്രാന്ത്? ചേട്ടാ പ്ലീസ് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ആരതി എല്ലാവരെ പോലെയല്ല. അവളുടെ വീട്ടുകാരെ കുറിച്ചാവട്ടെ, കൂടെയുള്ളവരെ കുറിച്ചാവട്ടെ, ലൈറ്റായിട്ടൊരു അപമാനം വന്നു കഴിഞ്ഞാൽ അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവളങ്ങനെ അപ്സെറ്റ് ആവുന്ന എനിക്കും സഹിക്കാൻ പറ്റില്ല. സോ പ്ലീസ് ഇനി ഈ കാര്യം ഒരു കാരണവശാൽ ആരോടും പറയരുത്. ആ ഗൗതം നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവനോ ചീത്തവനോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒന്ന് വിട്ടു ചേട്ടാ. ബട്ട് ഇതിനെക്കുറിച്ച് ചേട്ടൻ ഇനി ഒരിക്കലും സംസാരിക്കരുത്. വിക്രാന്ത്, ഞാൻ പറയുന്നത് കേക്കടാ. എടി അതിഥി, നീ ഇതെവിടെയാ? അതെ അതെ, എവിടെ നോക്കിയാ പോലും നിങ്ങൾ എവിടെങ്ങും കാണുന്നില്ല. ഞാൻ അടുക്കളയിലുണ്ട് ചേച്ചി. എനിക്ക് ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് നിന്നോട് ഇന്നലെ അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തോ? ചേട്ടാ, ദക്ഷിണയ്ക്ക് ചില്ലറക്കാശ് വേണോ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ അഞ്ജുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ അഞ്ജുവിനെയും കാണുന്നില്ല, നിങ്ങൾ എവിടെങ്ങും കാണുന്നുമില്ല. എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ഒരാളെ പോലെ ഇവിടെ കിട്ടത്തുമില്ല. ഞാൻ ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുകയും വേണം, നിങ്ങളെയൊക്കെ തേടി നടക്കുകയും വേണം. എവിടെയാ പോയെ നിങ്ങള്? അയ്യോ പോ ചേച്ചി, എന്റെ ഡ്രസ്സ് തന്നെ അയൺ ചെയ്യുന്ന കഷ്ടപ്പാടാ. എന്നിട്ടല്ലേ നിന്റേത്. അത്യാവശ്യമാണെങ്കിൽ അയൺ ചെയ്യുന്ന കടയിൽ കൊണ്ടു കൊടുത്ത് അയൺ ചെയ്തോ. കൊണ്ടുവരാ, ഒന്ന് അവിടെ നിക്ക്. ഞാൻ കല്യാണ പെണ്ണിന്റെ അച്ഛനാ. തീരാത്ത ജോലിയുണ്ട്. എന്തോ മറന്നുപോയി. അതിന് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എങ്ങനെയാ? എന്തെന്നാ പറഞ്ഞേ? പോയി ഇവളോട് ഇപ്പൊ എന്ത് ജോലി പറഞ്ഞാലും ഇവള് ചെയ്യാതെ ഇനി ഇവൾക്ക് ഒരു ജോലി ഞാൻ ഒരിക്കലും ചെയ്തു കൊടുക്കില്ല. അതിഥി, ഇവിടെ വാ. അമ്മു, ഇവിടെ വാ. എന്താ അമ്മേ? എന്താ അമ്മേ? ഇവിടെ വാ. എന്താന്ന് പറയമ്മേ. വെറുതെ നിക്കടി. എന്താ അമ്മേ? ഇനി നിങ്ങൾ ഒരു തീരുമാനം എടുക്ക്. ഒരാള് മോളിൽ നിൽക്കും, ഒരാൾ അവിടെ നിന്ന് വിളിക്കും. ഇനി ഇവിടെ നിന്ന് സംസാരിക്കും. എന്താ എന്താ എന്താന്ന്? എന്താ എന്താ എന്താ? ഒന്ന് പോയേ. എന്താ ചേട്ടാ നിങ്ങളുടെ പ്രശ്നം? ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇത് മാർക്കറ്റ് വല്ലതും ആണോ? ആരോടെങ്കിലും ചോദ്യം ചോദിച്ചാൽ വേറെ ആരെങ്കിലും ഉത്തരം തരുന്നത്. എന്തൊരു തലവേദന ഇത്. എന്തെങ്കിലും പറ. ഞാൻ എന്ത് പറയാനാ? നീയല്ലേ പെണ്ണിന്റെ അമ്മ, നീയല്ലേ പറയേണ്ടത്. അല്ല ചേട്ടാ, ദക്ഷിണ കൊടുക്കാൻ ചില്ലറ വേണോന്ന് പറഞ്ഞില്ലേ? ആ കാര്യം. ഒരു 5 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. അതിനു മുമ്പ് എന്താ ഇത്ര ധൃതി? നിങ്ങളുടെ 5 നിമിഷം 5 മണിക്കൂർ ഇരിക്കുന്ന പോലെയാ. എന്തെങ്കിലും നിങ്ങൾ കാണിക്കേ. നിങ്ങളോട് ഞാനൊന്നും ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു കല്യാണ വീടായത്. അല്ല, എനിക്കിങ്ങനെയൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടം. മോളെ, നിനക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? അന്ന് അമ്പലത്തിൽ വെച്ച്. ചെറിയമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അതൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. ഇത്രയും നല്ലൊരു ശുഭകാര്യം നടക്കുമ്പോ അതൊന്നും ആലോചിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? പൂപോലത്തെ മനസ്സാണല്ലോടാ നിന്റെ ഭാര്യയുടേത്. പുതിയ സീരിയലുകളൊന്നും തുടങ്ങണ്ട. ഇവിടെ നടക്കുന്ന സീരിയൽ തന്നെ കാണാൻ പറ്റില്ല. എല്ലാരും ബാഗ് കൊണ്ട് വേഗം ഇറങ്ങിക്കോ. പയ്യന്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പേ നമുക്ക് മണ്ഡപത്തിലെത്തണം. അതെ അതെ, നടക്ക്. അമ്മു, എല്ലാവരോടും ഒന്ന് ഇറങ്ങാൻ പറ. ദാ സമയാകുന്നു. നോക്കുമ്പോളെ ആരതി, നീ ഇനി ഈ വീട്ടില് സ്വന്തം മകളായിട്ടല്ല തിരിച്ചു വരുന്നത്, മറ്റൊരു വീട്ടിലെ മരുമകളായിട്ടാണ്. ഇറങ്ങുമ്പോൾ അമ്മയുടെ വീട് നന്നായിരിക്കണേന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഗൗതമിനെ കല്യാണം കഴിച്ച അറ്റ്ലീസ്റ്റ് അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഇരിക്കും. ഇനി എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് നടന്നാലും എന്റെ വീട് എപ്പോഴും നന്നായിട്ടിരിക്കണം. ദൈവമേ, എല്ലാം നല്ലതുപോലെ തന്നെ ചെയ്യണേ. രമി, മകളുടെ കല്യാണം നാളെയാ, ഇന്നല്ല. അവളെന്ന് നമ്മുടെ മോള് തന്നെയായിരിക്കും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ബന്ധമൊന്നും ഒരിക്കലും മാറില്ല. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം കണ്ണു തുടങ്ങി. നീയല്ലേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും ഒത്തിരി സങ്കടം ഉണ്ടല്ലേ? പക്ഷെ അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. അതാണ് നമ്മുടെ രണ്ടുപേരുടെയും വ്യത്യാസം.
സമയത്ത് ഫോൺ എന്തിനാ ചുമ്മാ ഇരിക്കുക. ഫോൺ ബെല്ലടിക്കുന്നു. എനിക്കൊന്നും കേൾക്കുന്നില്ല. യോ വൈബ്രേഷനിലോ? അങ്ങനെ പറ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എടുക്ക്. ചെവിയിൽ വെച്ചതാ. ഒരവസരം കിട്ടിയാൽ നല്ലോണം യൂസ് ചെയ്യുമല്ലേ? എന്തൊരു കഷ്ടമായത്. ആ ഇന്നാ പിടിക്ക്. അമൂല്യ, ആരതി സുഖമായിട്ട് വരാൻ വേണ്ടിയാണ് ഡ്രൈവറെയും ചേർത്ത് കാർ അയച്ചത്. എല്ലാവരും അതിൽ തന്നെ വന്നാൽ മതി. ഗൗതം, നിങ്ങൾ സൂപ്പറാണ്. തൂക്കി കൊല്ലാൻ പോകുന്നവന്റെ അവസാന ആഗ്രഹം ചോദിക്കുന്നത് പോലെ ബലി കൊടുക്കുന്നതിന് മുമ്പ് ആടിനെ മേയ്ക്കാതിരിക്കുന്നത് ശരിയാണോ? മേച്ച് കഴിഞ്ഞ് ബലി കൊടുക്കണം. ബിക്കേം വേദാന്തിനെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചോ? അവരോട് ചോദിക്കേ. ഇവൻ നിങ്ങളെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി ഞാൻ വിളിക്കാൻ വരികയായിരുന്നു. അപ്പോഴേക്കും എത്തിയല്ലേ. അല്ല, ഈ ബാഗും ഒക്കെ തൂക്കി എവിടേക്കാ? അമ്മേ, ഞാൻ പിന്നെ ഒരു കള്ളം പറയാൻ പോവാ. എല്ലാം വിക്രാന്തിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാ. എനിക്കിപ്പോ ഇങ്ങനെ ചെയ്തേ പറ്റൂ അമ്മേ. ഐ എം റിയലി സോറി. അമ്മേ, മുംബൈയിലേക്കാ? ഇവൻ എന്തൊക്കെയാ പറയുന്നത്? മുംബൈയിലേക്കോ? എന്തിന്? ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടമ്മേ. ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞതാ. ഞങ്ങളെ പിക്ക് ചെയ്യപ്പോ കാറ് വരും. സോ അതൊക്കെ ഓക്കെ. പക്ഷെ ഇവന്റെ കയ്യിലും ബാഗ് ഉണ്ടല്ലോ. മീറ്റിംഗിന് ഇവനും വരുന്നുണ്ടോ? നല്ല കോമഡി. നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പുല്ല് തിന്നാലും ശരി, പക്ഷെ നമ്മുടെ ഈ വിക്കി ഓഫീസിലോട്ട് പോകില്ലെന്നാ എന്റെ അറിവ്. അങ്കിളിനോടൊന്ന് വെറുതെ ഇരിക്കാൻ പറയാമേ. ഇവൻ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റുള്ളത്? വിക്കിയും മീറ്റിംഗിന് വേണ്ടി മുംബൈക്ക് വരുന്നുണ്ടോന്ന്? അതമ്മേ, ഇവൻ മീറ്റിംഗിന് ആരാ പോകുന്നേ? ഞാനവിടെ ട്രിപ്പ് അടിക്കാൻ പോകുന്നല്ലേ. ചേട്ടനോട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാനേ. വീട്ടിലിരുന്ന ഭയങ്കര ബോറടി അമ്മേ. ഒരുപാട് ദിവസം പിടിച്ചു കെട്ടിയിട്ടിരുന്ന കാളയെ പെട്ടെന്ന് പുറത്തേക്ക് അടിച്ചുവിട്ടാ പ്രശ്നം ഉണ്ടാവുന്ന ഗ്യാരണ്ടിയാ. അല്ല മോനെ, ഇവൻ ഇങ്ങനെ നിന്ന് ബോറെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനിവിടെ പ്രത്യേകിച്ച് പണിയൊന്നും വേറെ ഇല്ലല്ലോ അമ്മേ. എന്തോ അവനായിട്ട് തന്നെ കൂടെ വരാന്ന് പറഞ്ഞതാ. ഇനി നിങ്ങൾ ഓരോന്ന് ചോദിച്ച് അവന്റെ മൂഡ് കളയാൻ നിൽക്കണ്ട. ആ യെസ്, അങ്ങനെ ആവാൻ പാടില്ല. ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. ആ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങ്. ചേച്ചി, എനിക്കെന്തോ ഈ രണ്ടുപേരും മുംബൈയിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് സംശയമുണ്ട്. നീ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ആവണ്ട. നാളെ ആ പരിമളത്തിന്റെ മകളുടെ കല്യാണമാ. അത് മുടക്കാൻ എന്തോ പ്ലാൻ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആദ്യം അത് പോയി ചെയ്യാൻ നോക്ക്. ആയിക്കോട്ടെ, നീയേ പേയ്മെന്റിന്റെ കാര്യം ശ്രദ്ധിച്ചാ മതി. അളിയനാണല്ലോ വിളിക്കുന്നേ. അളിയ പറ. നീ എവിടെ വെക്കി? എപ്പോഴാ നീ എത്താ? ഇത്ര നേരം ഞങ്ങൾ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണെങ്കിലും അവിടെ പൂജയൊക്കെ നടക്കുന്നില്ലേ? അതുമാത്രമല്ല, അവിടെ മൊത്തം വീട്ടുകാരായിരിക്കില്ലേ? ഇനി ഞാനങ്ങനെ വന്നാ അവർക്ക് ഡൗട്ട് അടിക്കും. അതൊക്കെ പോട്ടെ, എന്റെ മണവാട്ടിപ്പെണ്ണ് റെഡിയായോ? ഏത് സമയം നോക്കിയാൽ അവൻ ഈ ചിന്തയേ ഉള്ളൂ. ശരി, വേദാന്തിന് ഫോൺ കൊടുക്ക്. ഓക്കെ, എന്നാ നിന്നോട് സംസാരിക്കണം പറഞ്ഞു. പറയൂ സിദ്ധാർത്ഥ്. വിക്കി ദേഷ്യപ്പെടുന്ന കരുതി ഞാൻ അവൻ്റെ അടുത്തൊന്നും പറയാഞ്ഞത്. ആ ഗൗതം എല്ലാവരുടെ മുമ്പിൽ നല്ലവനാവാൻ വേണ്ടി കാർ അയച്ചിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും അതിലാ ഓഡിറ്റോറിയത്തിലെത്തിയത്. എനിക്കിതെന്തോ അവന്റെ വലിയ അഭിനയമായിട്ടാ തോന്നുന്നത്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ. സോ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തു ചേട്ടാ? അളിയനെന്താ പറഞ്ഞേ? എല്ലാം ഓക്കെ അല്ലേ അവിടെ? ഹോട്ടലിൽ പോയി ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം സിദ്ധാർത്ഥ്. ഷോർ വേദാന്ത്. എന്താ പെട്ടെന്ന് സീരിയസ് ആയിപ്പോയേ? അളിയൻ എന്താ പറഞ്ഞേ? എന്തു പറ്റി? ആ ഗൗതമിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ല വിക്രാന്ത്.
എടി മായി നോക്കി നിൽക്കാതെ ഇത് മര്യാദയ്ക്ക് പിടിക്കും. വരുന്നവരുടെ മുന്നിൽ നാണം കിടത്തല്ലേ. നിനക്ക് കലശം പിടിച്ചിരിക്കുന്നതിന്റെ അഹങ്കാരമല്ലേ? അഞ്ജുവിന്റെ കല്യാണത്തിന് ഞാനാ കലശം എടുക്കുന്നത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോ ഞാൻ ആരുടെ കല്യാണത്തിൽ കലശം എടുക്കും? അവൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിന്റെ ഒരു കാര്യം. നമ്മുടെ എല്ലാവരുടെയും കല്യാണത്തിന് ചേച്ചി തന്നെയാ കലശം പിടിക്കുന്ന. ഒന്നും മിണ്ടാതിരിക്കും. ഈ സിദ്ധാർത്ഥ എവിടെ പോയി? പെണ്ണിന്റെ ചേട്ടനായിട്ട് ഒരാളല്ലേ ഉള്ളൂ. പൂജയൊക്കെ തുടങ്ങാൻ പോവാ. അപ്പൊ അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയെന്ന എന്താ നിങ്ങക്ക് പ്രശ്നം? എനിക്ക് ആ ഗൗതമിന്റെ മുഖത്ത് നോക്കുന്നതേ ഇഷ്ടമല്ല. ഭാരതി, ഓരോ നിമിഷം കഴിയുമ്പോഴും നീ നിന്റെ നരകത്തിലേക്കുള്ള ഓരോ പടികളും കയറുകയാണെന്ന് കരുതിക്കും. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാ നിന്റെ ഹിസ്റ്ററി തന്നെ ക്ലോസ്. എന്റെ ദൈവമേ, നാളെ ഞങ്ങള് വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണേ. ആ എല്ലാരും അകത്തേക്ക് വാ. നടക്ക് നടക്ക്. എല്ലാരും വാ. വന്നേ വന്നേ വന്നേ. വാ. ആ ഈ വഴി തന്നെയാ. അവര് ശരി ശരി. നന്നായിട്ടുണ്ടല്ലേ? ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നന്നായിട്ട് തന്നെ നടക്കും. എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാ. ബോർഡിൽ മാത്രം അവന്റെ പേരുള്ളൂ. നീ പേടിക്കണ്ട, ടെൻഷൻ ആവാതെ വാ. ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകണ്ട. സിദ്ധാർത്ഥിനെ വിളിച്ച ശേഷം പോവാം. നമ്പർ നോട്ട് റീച്ചബിളാ. ശരി, എന്നാ പിന്നെ നിന്റെ ആളെ വിളിക്കുക. എന്നെന്തിനിങ്ങനെ നോക്കുന്നേ? നിന്റെ ഫേവറേറ്റ് ആരാന്നുള്ള കാര്യം ഞാൻ തന്നെ പറയണോ നിന്നോട്? എന്റെ ഫേവറേറ്റ് റിച്ചാർഡ് ബോൺസൺ, അയാളാണ് വിളിക്കണ്ടേ. ബിസിനസ്സിലുള്ള കാര്യമല്ല പറഞ്ഞേ, ലൈഫിലെ കാര്യ. നീ ആരെ പറ്റിയാ പറയുന്നേ? റൗഡി കൊച്ചിനെ കുറിച്ച് പറഞ്ഞതാ. അവള് നിന്റെ ഫേവറേറ്റ് അല്ലേ? ഇപ്പൊ തന്നെ വിളിക്ക്. മൊത്തം പറഞ്ഞു കേട്ടത് വെച്ച് ആ റൗഡി കൊച്ച് നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട് അല്ലേ? ഇല്ലാത്തവരൊന്ന് വിളിച്ചു പറഞ്ഞാൽ നിന്റെ തലക്കെന്നെ കിട്ടും. കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നല്ലോ. ഡയറക്റ്റ് ആയിട്ട് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാ അതില്ലാന്നും പറഞ്ഞു. എന്നിട്ട് എന്നെ ഫോണിൽ പിന്നെയും വിളിക്കും. ഇങ്ങനെ ഒരു അഹങ്കാരി. ആ പറയ്. സിദ്ധാർത്ഥ് ഉണ്ടോ അവിടെ? അവനെ കിട്ടണമെങ്കിൽ അവന്റെ ഫോണിൽ തന്നെ വിളിക്കണം. ഫോൺ കൊണ്ട് നടക്കാതിരിക്കാനേ അവൻ ശിലായുഗത്തിലൊന്നും അല്ല. വെറുതെ കാറിനോടാക്കി വഴക്കിടാൻ കാത്തിരിക്കുകയാണോ നീ? നീ ചോദിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കയ്യിൽ കൊണ്ടേ കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ല. ഹലോ, ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറഞ്ഞാ മതി. നിന്റെ കൗണ്ടർ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. ഞങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ പറ്റാത്തോണ്ടാ.
സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് വരാന്ന് കരുതിയേ. എടോ ദയവ് ഇത് നിങ്ങൾ ഇങ്ങോട്ട് വരാനൊന്നും നിക്കല്ലേ. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇങ്ങ് നിക്ക്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. പുറത്ത് നിൽക്ക്. അയ്യോ നീ ഉറപ്പായിട്ട് ലൂസ് തന്നെയാ, ഒരു സംശയമില്ല. എങ്ങനെയാ ഇങ്ങോട്ട് വന്നേന്ന് വെച്ചാ അങ്ങനെ തന്നെ പൊക്കോ, എന്നിട്ട് നാളെ വാ. ഇന്നെങ്ങാനും നിന്നെ കണ്ട ഇവിടെ എല്ലാവർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെ, നിന്റെ പൊട്ടത്തരം കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന പോലെ ചെയ്യേ. സിദ്ധാർത്ഥനെ ഇങ്ങോട്ടേക്ക് ഇവിടെ. ഞാൻ വിളിച്ചിട്ട് കോള് കണക്ട് ആവുന്നില്ല, അതുകൊണ്ടാ. നീ കോള് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ കോള് വിളിച്ച എങ്ങനെയാ കിട്ടാൻ പോകുന്നത്? ഇത് എന്ത് ലോജിക്കാടോ? നിന്റെ അടുത്ത് അല്ലെങ്കിലും പ്രോബ്ലത്തിനുള്ള റീസൺസ് മാത്രമല്ലേ ഉള്ളൂ, സൊല്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. എടോ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് കുഴപ്പമുണ്ടാക്കല്ലേ. താൻ കോള് കിട്ടി, ഞാൻ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇവിടെ പോലുള്ള കഴുതയൊക്കെ വിളിച്ച് സൊല്യൂഷൻ ചോദിക്കുന്നില്ലേ? എന്നെ പറഞ്ഞാ മതി. വേറെ വഴിയില്ലാത്തോണ്ട് മാത്രം. അതെന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ആ കഴുത എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഇങ്ങനെ വെറൈറ്റിയുള്ള റിയാക്ഷൻസ് വിട്ടുകൊണ്ട് ഡ്രാമ കളിച്ച് നിൽക്കണ്ട. നടക്കങ്ങോട്ട്. എടോ താനൊരു മനുഷ്യനല്ലേ, തനിക്ക് കുറച്ചു പോലും കോമൺ സെൻസ് ഇല്ലേ? അതെ, ബട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? നീ എന്താ പറയുന്നേ? പിന്നെ എന്താടോ, നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പാടില്ല, ആരെങ്കിലും കണ്ട അതൊരു പ്രശ്നമാവെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ വന്നേ? നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇങ്ങോട്ട് വരുമായിരുന്നോ? വീട്ടിലൊരു ഫംഗ്ഷന് വരുന്നവരെ നീ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? എന്റെ പൊന്നു ബോസേ, ഇങ്ങനത്തെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ ഇങ്ങനെ വരല്ലേ. നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ട് ചിലപ്പോ ഫംഗ്ഷൻ വരെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. എന്റെ കൂടെ വാ. ചോദിച്ചാൽ സ്നേഹമില്ല സൗഹൃദമില്ല എന്നും പറഞ്ഞൊരു ബിൽഡപ്പ് അങ്ങ് തരും. കയ്യെ പിടിക്കുന്നു, വലിച്ചോണ്ട് പോകുന്നു, എന്തൊക്കെ കാണുന്നേ. എന്റെ ദൈവമേ, നീ വലിയവൻ തന്നെ. ഹാവ്, നീ ഇങ്ങോട്ട് വന്നല്ലോ, അല്ലെങ്കിൽ ഇനി നിന്നെ വന്ന് വിളിക്കണല്ലോ എന്ന് ഓർക്കുമായിരുന്നു ഞാൻ. റൗഡി കൊച്ച് റൗഡിസം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്താ നീ എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ? ഞാനെങ്ങോട്ടും പോകുന്നില്ല, നോക്കേണ്ട സ്ഥലത്തേക്ക് നോക്കുന്നതാണ്. അതെ, എന്റെ കൈ പിടിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അപ്പൊ പിന്നെ ഒരുപാട് തവണ ടച്ചിങ് നടന്നിട്ടുണ്ടല്ലേ? Shut up. ഞാൻ ഇവളോട് സംസാരിക്കുന്ന പോലും നിനക്ക് വേണ്ടി മാത്രമാ. അതെ, നീ ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നെന്ന് പറ. എടോ അഹങ്കാരി, ശരിക്കും ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാതെ 3 നേരം AC-ൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ആളുകൾ കൂടുന്ന സ്ഥലത്ത് സാധാരണക്കാരനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാധാരണക്കാർക്ക് അല്ലെങ്കിലും പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നോക്ക്, വേണ്ടെന്ന് നിന്നോട് ആദ്യമേ പറഞ്ഞതാ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ നിന്നോട് എന്തിനാ വന്നെന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. നീ ചെയ്ത തെറ്റിന് നീ എന്തായാലും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തേ പറ്റൂ. നീ എന്തിനാ ചിരിക്കുന്നേ? നീയും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തേ പറ്റൂ.